ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷെറി സോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓണാണ് വരുന്നത്. ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ജീരകശാല അരി കൊണ്ട് എല്ലാവരും വീട്ടിലും അത്യാവശ്യം ജീരകശാല അരിയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്, എൻ്റെ നാഴി ഗ്ലാസ്സാണിത്, ഒരു ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ 250 ഗ്രാമിനും കാട്ടി ഉണ്ടാവും എന്തായാലും. അപ്പോൾ അത് ജീരകശാല അരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് കഴുകിയെടുക്കുക. അല്ല, നിങ്ങൾക്ക് കുറച്ച് നേരം കുതിർത്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. നമുക്കിത് ഒന്ന് പെട്ടെന്ന് വെന്ത് വരണമല്ലോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഴുകി വെച്ച ജീരകശാല അരി ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. അധികം പൊടിയായിട്ട് ആക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീരകശാല അരി കുറച്ച് വേവുണ്ട്. അപ്പോൾ നമുക്ക് ഈ പായസത്തിന് വേണ്ടിയിട്ട് ഇത് നല്ല ഇങ്ങനെ വെന്തുടഞ്ഞ് വരണം, എന്നാലേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ കുതിർത്ത് വെച്ചിട്ട് ഉച്ചയ്ക്ക് എടുത്തിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നല്ല പെട്ടെന്ന് വെന്ത് വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഈ പൊടിച്ച ജീരകശാല അരി ഒന്ന് കറക്കി മിക്സിയിൽ ഗ്രൈൻഡറിലിട്ട് കറക്കിയെടുത്ത ജീരകശാല അരി ഒരു ചുവട് കട്ടിയുള്ള കുഴിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് വേവിക്കാൻ ആവശ്യമായിട്ട് 2 കപ്പ് വെള്ളം, 2-2.5-3 കപ്പ് വെള്ളത്തിനോളം അടുത്ത് ഞാൻ അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എത്ര വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് വെന്ത് ഇങ്ങനെ അരി പെരുകി വരും. അപ്പോൾ അത് നന്നായിട്ട് വെള്ളം കുറഞ്ഞു വരും. അപ്പോൾ നല്ല ആവശ്യത്തിന് വെള്ളം ഒഴിച്ചോളൂ. പിന്നെ ഇത് അരിയാണല്ലോ, ഇരിക്കും തോറും ഈ പായസം കട്ടി കൂടി വരും. അങ്ങനെ അടച്ചു വെച്ച് വേവിക്കുകയാണ്. അടച്ചു വെച്ച് വേവിക്കാനല്ലേ, അരിയൊക്കെ ഇങ്ങനെ നല്ല എന്താ പറയുക കട്ട പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കട്ടൊക്കെ നമ്മൾ നന്നായിട്ട് ഉടക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് വെക്കണ പോലെയല്ല, നല്ല വെന്ത് ഉടയണം. അപ്പോൾ നിങ്ങൾ രാവിലെ കുതിർത്തിട്ട് അരി കുതിർക്കാൻ വെച്ചിട്ട് വൈകുന്നേരം എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല പെട്ടെന്ന് വെന്ത് സോഫ്റ്റായിട്ട് കിട്ടും. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതി. പിന്നെ ഇതിലോട്ട് ഞാൻ അരി ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ ഇതിലോട്ട് ഞാൻ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരി നല്ല സോഫ്റ്റായിട്ട്, പായസം നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അരി കുതിർത്ത് വെക്കുക. പായസം നല്ല സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അരി കുതിർത്ത് വെക്കുക. ഇതെനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മിക്സർ ഗ്രൈൻഡറിലിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ 2-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അരി ഒന്നും കൂടി വേവിക്കാൻ വെക്കുകയാണ്. ആ 2-ാം പാൽ കിടന്നിട്ട് ഇത് അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജീരകശാല അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇനി മധുരം ആഡ് ചെയ്യുമ്പോൾ അത് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ഈ മധുരമുള്ള ഭക്ഷണങ്ങൾ വയ്ക്കുമ്പോൾ നുള്ളുപ്പിട്ട് കൊടുക്കണം. പിന്നെ പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഡാർക്ക് കളറുള്ള പൊടിച്ച ശർക്കര, ഇതിലും ഡാർക്കുള്ള കളറുള്ള ശർക്കര ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. കല്ലില്ലാത്ത ശർക്കര വേണം പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കല്ല് കടിക്കുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഈ അരിയിൽ ഈ ശർക്കര ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ അടച്ച് വെക്കാതെ ഇങ്ങനെ ഇളക്കി ഇതിലിങ്ങനെ ഈ ശർക്കര നന്നായിട്ട് ചേർന്ന് വരണം. ശർക്കര പാനില്ലല്ലോ നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. പാൻ ഒഴിച്ചാൽ എന്തായാലും ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ആ സമയത്ത് ഞാൻ മിക്സർ ഗ്രൈൻഡറിൽ ഒരു കഷ്ണം ചുക്ക്, ഒരു 5-6 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കണം. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ജീരകം ചേർക്കാം. ചുക്കും ഓപ്ഷണലാണ്, ഏലക്കായ മാത്രം പൊടിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഈ ശർക്കരപ്പാനിയിൽ കടന്നിട്ടും ചോറൊന്നും കൂടി, ചോറല്ല, നമ്മുടെ ജീരകശാല അരി ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഒന്നും കൂടി വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് പാകമായിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നില്ല, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, അരി ഒന്നും കൂടി കുതിർത്ത് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആവും. അതിലോട്ട് നേരത്തെ പൊടിച്ച് വെച്ച ചുക്കും ഏലക്കായുടെ പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചിട്ടൊന്നുമില്ല ഞാൻ. ചിലർ പഞ്ചസാര ഇട്ട് പൊടിക്കും പെട്ടെന്ന് ഏലക്കായ പൊടിയാൻ വേണ്ടിയിട്ട്. ഇത് ചുക്കുള്ള കാരണം കൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര ഇട്ട് പൊടിച്ചില്ല. പിന്നെ പഞ്ചസാര ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ശർക്കരയും അരിയെല്ലാം നല്ല യോജിച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2-ാം പാൽ, 1 കപ്പ് 2-ാം പാൽ, നമ്മൾ അരി എടുത്തില്ലേ കപ്പ്, ആ കപ്പിന് 1 കപ്പ് 2-ാം പാൽ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ജീരകശാല അരിക്കൊരു പ്രത്യേക മണമാണല്ലോ, ഈ വയനാടൻ കൈമ ജീരകശാല അരി ഉണ്ടല്ലോ, ഇതൊരു പ്രത്യേക മണമാണ്. അപ്പോൾ ഇത് നല്ല ഇടയ്ക്ക് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് വറവിടേണ്ട കാര്യമാണ്, നല്ല പശു നെയ്യ് ഉപയോഗിക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു തള വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് 2 ഓപ്ഷൻസാണുള്ളത്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് താല്പര്യമില്ലാത്തവർക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ല ബ്രൗൺ കളറിൽ മൂപ്പിച്ചെടുക്കാം. 2 ചെയ്താലും ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ദിവസം മുന്നേ പായസം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് യൂസ് ചെയ്തത്. ഇതിൽ ഞാൻ തേങ്ങാക്കൊത്താണ് യൂസ് ചെയ്യുന്നത്. 2 ഉപയോഗിച്ചാലും ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ പായസത്തിൽ ഇതിങ്ങനെ കടിക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല, എന്നാലും ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ലാസ്റ്റ് ഒന്നും കൂടി ഞാൻ അതിൻ്റെ മുകളിൽ നമ്മുടെ ഏലക്കായും
ചുക്കും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരു പ്രത്യേക മണമാണ് ഇത് കേട്ടോ. ഈ ഏലക്കായുടെ കൂടെ ചുക്കൊക്കെ പൊടിച്ചിട്ട് ഇങ്ങനത്തെ ശർക്കര ഒഴിച്ച പായസത്തിൽ ഇട്ട് കൊടുക്കുന്നത് ഒരു പ്രത്യേക സ്മെല്ലാണ്, പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ടേസ്റ്റിനും ഗാർണിഷിങ്ങും ആണല്ലോ ഇതിൻ്റെ പ്രധാനം. നമ്മുടെ ഈ തേങ്ങാക്കൊത്തും പശു നെയ്യും നല്ല ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് എന്താ വെച്ചാൽ അരിയിലായതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള പായസമാവട്ടെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.